നമസ്കാരം. നേരം വൈകുന്നേരം ആരംഭിക്കുകയാണ്. നമുക്കറിയാം ഇന്ന് ഒരുപാട് വാർത്തകളുള്ള ദിവസമാണ്. ഇന്നലെ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതിൻ്റെ വാർത്തകൾ നമ്മൾ പകൽ മുഴുവൻ ചർച്ച ചെയ്ത വിഷയമാണ്. ഇന്ന് അതിൻ്റെ ഫോളോ അപ്പ് വാർത്തകൾ ധാരാളമായി വരുന്നു. വിയ്യൂരിലേക്ക് ഗോവിന്ദച്ചാമിയെ മാറ്റിയിരിക്കുന്ന സാഹചര്യമൊക്കെയുണ്ട്. മറ്റ് പല വാർത്തകളുമുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് വിശദമായി നോക്കാം ഫോക്കസിലൂടെ. ഒപ്പം സെഗ്മെന്റുകളും കാണാം. എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഫോക്കസുകളിലേക്ക് പോവുകയാണ്. ഇന്നത്തെയും നമ്മളുടെ ആദ്യ ഫോക്കസ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. ജയിൽ സിസ്റ്റം എറർ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദച്ചാമി ജയിൽ ചാടി രക്ഷപ്പെടാനിടയായ സാഹചര്യങ്ങൾ എന്ത് എന്നതിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ്. നമുക്കറിയാം ജയിൽ ചാടി വളരെ പെട്ടെന്ന് പിടിക്കാൻ കഴിഞ്ഞു. അത് പോലീസുകാരേക്കാൾ കൂടുതൽ നാട്ടുകാരുടെ ജാഗ്രതയിലാണ്. അപ്പോഴും എന്തൊക്കെ വീഴ്ചകളാണ് ഈ ജയിൽ ചാടുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചത് എന്നത് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. വലിയ വീഴ്ചകൾ ജയിൽ വകുപ്പിന് സംഭവിച്ചു എന്നതിൻ്റെ വിവരങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത്. അത് ഈ ജയിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളൊന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. ജയിൽ വാർഡന്മാരുടെ നിയമനം, അവരുടെ ജോലി ഒക്കെ ചെയ്യുന്നതിൽ അലംഭാവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല സർവീസിൽ ആളുകൾ കുറഞ്ഞ സാഹചര്യങ്ങൾ, കൃത്യമായി ഈ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ജോലികൾ ചെയ്യുന്നതിൽ ആളുകളെ ഉറപ്പാക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ വീഴ്ചയുടെ ഒരു വലിയ കണക്കുകൾ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ പരിശോധിക്കുന്നു വിശദമായി തന്നെ എന്തൊക്കെയാണ് ജയിൽ വകുപ്പിന് സംഭവിച്ച വീഴ്ചകൾ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ സംഭവത്തിൽ. അത് നോക്കിയാൽ ജയിൽ വാർഡന്മാരെ നിയമിക്കുന്നതിൽ വന്ന വീഴ്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ച എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ ജയിൽ വാർഡന്മാരെ ഡ്യൂട്ടിയിൽ നിയോഗിക്കുന്നതിൽ വലിയ ജാഗ്രത കുറവുണ്ടായിരിക്കുന്നു. അതീവ സുരക്ഷാ ബ്ലോക്കുകളിൽ ജീവനക്കാരെ നിയമിക്കേണ്ടത് എങ്ങനെയെന്നത് സംബന്ധിച്ച് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. അത് കണ്ണൂർ ജയിലിൽ പാലിക്കപ്പെട്ടിട്ടില്ല എന്നത് വളരെ വ്യക്തമാകുന്നു. കൊടും കുറ്റവാളികളുള്ള 10ാം ബ്ലോക്കിൽ അങ്ങനെ കൊടും കുറ്റവാളികളെ താമസിപ്പിക്കുന്ന ഇടങ്ങളിൽ എങ്ങനെ വേണം ജാഗ്രത എന്നത് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് ഇവിടെ പാലിക്കപ്പെടാതെ പോയിരിക്കുന്നു. ഡ്യൂട്ടിയിൽ ആളുകൾ ഇല്ലാത്ത സാഹചര്യം പോലും ഇവിടുത്തെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അതീവ സുരക്ഷയ്ക്കായി നിയമിച്ച വാർഡന്മാരെ മറ്റിടങ്ങളിൽ ജോലി ചെയ്യിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എവിടെയായിരുന്നു ഇവിടുത്തെ സുരക്ഷാ വാർഡൻ? അവിടെ മറ്റൊരു ജയിലിലെ അന്തേവാസിയെയും കൊണ്ട് ആശുപത്രിയിൽ പോയിരിക്കുകയാണ് എന്ന വിവരമാണ് വന്നത്. അപ്പോൾ അതിന് പോകാൻ ആളുകളില്ല. അതിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഈ ജയിൽ വാർഡനാണ്. ഇവരുടെ അതീവ സുരക്ഷ വേണ്ടുന്ന ഈ കൊടും കുറ്റവാളികളുടെ കാര്യങ്ങൾ നോക്കേണ്ടുന്ന ജയിൽ വാർഡൻ മറ്റു ജോലിക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ് ഇവിടെ വ്യക്തമാകുന്നത്. അങ്ങനെ ജയിൽ വകുപ്പിന് വലിയ വീഴ്ചകൾ സംഭവിച്ചു എന്നതാണ് വ്യക്തമാകുന്നത്. അത് കണ്ണൂർ സെൻട്രൽ ജയിലിലെ മാത്രം വീഴ്ചയല്ല, മറ്റു പലയിടങ്ങളിലും ഇങ്ങനെ ജോലിക്ക് നിയോഗിക്കുന്നതിൽ വലിയ വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു. വിശദമായി തന്നെ ഇത് പരിശോധിച്ചാൽ ABCD എന്നീ സബ് ബ്ലോക്ക് അടങ്ങിയ 10ാം ബ്ലോക്കിൽ വാർഡൻ ഡ്യൂട്ടിക്ക് മാത്രമായി നിയമിക്കുന്നത് 14 വിരമിച്ച സൈനികരെയാണ് ഇതിനുവേണ്ടി മാത്രമായി നിയമിക്കേണ്ടത്. പക്ഷേ ആ നിയമനം നടന്നിട്ടുണ്ടോ? ജില്ലാ സൈനിക് ബോർഡിൽ നിന്നാണ് ഇത്തരം ജീവനക്കാരുടെ നിയമനം ഉണ്ടാകേണ്ടത് എന്നത് വളരെ വ്യക്തമായി തന്നെ നിർദ്ദേശമുള്ളതാണ്. പക്ഷേ അത് പാലിക്കപ്പെട്ടിട്ടില്ല. ആക്രമണകാരികളായ ജയിൽ പ്രതികളുടെ നിരീക്ഷണം ഉറപ്പുവരുത്തുകയാണ് ഇവരുടെ ജോലി. ഒരു ഡെപ്യൂട്ടി പ്രിസണർ ഓഫീസറും 4 ജീവനക്കാരുമാണ് സ്ഥിരമായി ജോലിയിൽ വേണ്ടത്. അപ്പോൾ ഇങ്ങനെ സുരക്ഷ സംബന്ധിച്ചുള്ള കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. അതിൽ എത്ര പേർ വേണമെന്നും എവിടെയൊക്കെ അവരെ നിയമിക്കണമെന്നും നിർദ്ദേശങ്ങളുള്ളപ്പോൾ ഇത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് അവിടെ ഈ വലിയ വീഴ്ച സംഭവിച്ചതിലേക്ക് കാര്യങ്ങൾ നയിച്ചത്. അതിനപ്പുറം മറ്റു പല വീഴ്ചകളുമുണ്ട്. ഈ ജയിൽ കമ്പികൾ മുറിച്ചതുൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായിട്ടും, താടി വടിക്കാതെ ശരീരം അതിനുവേണ്ടി പാകപ്പെടുത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടും യാതൊരു തരത്തിലുമുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടില്ല. അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ അതീവ സുരക്ഷാ ജയിലിൽ കിടക്കുന്ന ഇത്രയും കൊടും കുറ്റവാളികളെ പോലും
ആരും നോക്കാനും കാണാനുമില്ല എന്നത് വളരെ വ്യക്തമാവുകയാണ്. അതിൽ ഈ നിയമനങ്ങളിൽ വരുന്ന പാളിച്ചകൾ ഒരു കാര്യമാണ്. ഒപ്പം ആൾ കുറവാകുമ്പോൾ അവർ മറ്റു ജോലികൾക്ക് നിയോഗിക്കപ്പെടുന്നു എന്നതൊരു വസ്തുതയാണ്. അപ്പോൾ ആ തരത്തിലൊക്കെയുള്ള വലിയ ഗുരുതരമായ വീഴ്ചകൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. അത് കൂടുതൽ പരിശോധനകളിൽ വ്യക്തമായി വരുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇന്ന് വലിയ രീതിയിൽ ഈ വിഷയം ചർച്ചയാകുമ്പോൾ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയാണ് കൈകാര്യം ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേരുകയുണ്ടായി. ഈ സാഹചര്യങ്ങൾ കൃത്യമായി തന്നെ ആ യോഗത്തിൽ പരിശോധിച്ചു. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തു. അപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും തീരുമാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ ഈ യോഗത്തിൽ ഈ സാഹചര്യം വളരെ ഗൗരവതരമാണ് എന്ന് പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിന്റെ ഗൗരവം എന്താണ് എന്നത് മുഖ്യമന്ത്രി ഉൾക്കൊള്ളുന്നു. ആ കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ചില തീരുമാനങ്ങളിലേക്ക് ഈ യോഗം എത്തിയിട്ടുണ്ട്. സമഗ്രമായ അന്വേഷണത്തിനുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. വകുപ്പ് തല പരിശോധനകളും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതിന് പുറമെയാണ് വിശദമായ അന്വേഷണത്തിന്, സമഗ്രമായ അന്വേഷണത്തിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് മുൻ ഹൈക്കോടതി ജഡ്ജി റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രനാണ് ഒരാൾ, മറ്റൊന്ന് മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസാണ്. അപ്പോൾ ഇവർ രണ്ടും അടങ്ങുന്ന സമിതിയായിരിക്കും ഇത് പരിശോധിക്കുക. അങ്ങനെ ഒരു സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നതാണ് ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നടപടി. അപ്പോൾ സംസ്ഥാന ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത യോഗത്തിലാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം വരികയും അത് അന്വേഷണത്തിന് ഉത്തരവിടുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ ഗൗരവമുള്ള വിഷയമാണ് ഇത് എന്ന് മുഖ്യമന്ത്രി തന്നെ വിലയിരുത്തുന്നു. നമുക്കറിയാം ചില നിർദ്ദേശങ്ങൾ കൂടി കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഫെൻസിംഗ് വേലികൾ, കമ്പി വേലികൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ വൈദ്യുതി പ്രവാഹം ഇല്ല എന്നതായിരുന്നു മനസ്സിലാക്കിയത്. അപ്പോൾ എന്തിനാണ് വൈദ്യുതി പ്രവാഹമില്ലാത്ത ഫെൻസിംഗ് ജയിലുകളിൽ എന്ന ഒരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിനും നടപടികൾ എടുക്കുന്നതിനുമൊക്കെയുള്ള നിർദ്ദേശങ്ങൾ കൂടി നൽകിയിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള പരിശോധനകൾ നടത്തണം എന്നത് ഈ യോഗത്തിൽ ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്. ഇതൊക്കെ പ്രവർത്തനക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കാനുള്ള ഒരു തീരുമാനം കൂടിയാണ് മുഖ്യമന്ത്രി വിളിച്ച ഈ യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്. ജയിൽ ജീവനക്കാർ തുടർച്ചയായി ഒരേ സ്ഥാനത്ത് തുടരുന്നത് ഒരു പ്രശ്നമാണ്. ഈ ജയിൽ ജീവനക്കാരും ക്രിമിനലുകളുമായിട്ടൊക്കെയുള്ള നെക്സസ് ഇതിനൊക്കെ കാരണമാകുന്നുണ്ടോ എന്ന സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ കേസിലും കണ്ണൂർ ജയിലിലും ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നൊക്കെയുള്ള സഹായങ്ങൾ ഈ പ്രതിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട സംശയം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പരിശോധനകൾ കൂടി നടത്തുന്നുണ്ട്. അതൊക്കെയും മുഖ്യമന്ത്രിയുമായുള്ള യോഗത്തിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചർച്ചയായി വന്നു. അതൊക്കെ പരിശോധിക്കാനും അതിലൊക്കെ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കാനുമുള്ള ഒരു നിർദ്ദേശം കൂടി മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്ന് പ്രധാനമായും ഇത്ര വലിയ ഗൗരവമുള്ള ഒരു വിഷയം ഉണ്ടായപ്പോഴുള്ള എന്തൊക്കെ വീഴ്ചകൾ എന്നത് സംബന്ധിച്ചും ഒപ്പം പിന്നീട് എന്തൊക്കെ നടപടികൾ ഉണ്ടായിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുമുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ. നമ്മൾ ഈ സംഭവം നടന്നപ്പോൾ തന്നെ ഉയരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമാണ്, ഒരു കൈപ്പത്തി ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ ഈ മതിൽ ചാടാൻ കഴിയും എന്നൊക്കെയുള്ള വലിയ വലിയ സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിന് ആരെങ്കിലെയൊക്കെ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നത് എല്ലാവർക്കും ഉയരുന്ന ഒരു സംശയമാണ്. ഇതിലൊരു പ്രതികരണം ഇന്ന് നമ്മൾ കേട്ടത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. ആ പ്രതികരണം, രണ്ട് കൈയുള്ള ആളുകൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഗോവിന്ദചാമിക്ക് ചെയ്യാൻ കഴിയും എന്നതാണ് പറയുന്നത്. അത് പറയുന്നത് ഫോറൻസിക് സർജനും മഞ്ചേരി മെഡിക്കൽ കോളേജിലെ കോറൽസ് വിഭാഗം മേധാവിയുമായ ഡോക്ടർ ഹിതേഷ് ശങ്കറാണ്. അപ്പോൾ ഹിതേഷ് ശങ്കർ നേരത്തെയും നമുക്ക് അറിയാവുന്ന വ്യക്തിയാണ്. സൗമ്യ വധക്കേസിൽ ഗോവിന്ദചാമിക്കെതിരെ ഹിതേഷ് ശങ്കർ നൽകിയ പരിശോധനാ റിപ്പോർട്ടും മൊഴിയും ആണ് ശിക്ഷ ഉറപ്പാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടത്. അപ്പോൾ ആ ഹിതേഷ് ശങ്കറിന്റെ പ്രതികരണം നമുക്കൊന്ന് കാണാം. ഇയാൾ ഒറ്റക്കയ്യനെന്നോ ഒരു കൈപ്പത്തി ഇല്ലാത്തതുകൊണ്ട് ഇയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല എന്നൊന്നും കരുതേണ്ട, വളരെ കരുത്തനാണ്. രണ്ട് കൈയുള്ള മനുഷ്യർ ചെയ്യുന്ന എന്തും ചെയ്യാൻ മാത്രം ശക്തനാണ് ഗോവിന്ദചാമി എന്ന് അദ്ദേഹം പറയുന്നു. ശാസ്ത്രീയ പരിശോധനയിലൂടെ തന്നെ അയാളുടെ മസിലിന് അതേ പ്രായത്തിലുള്ള അതേ സ്ട്രക്ചറിലുള്ള ഒരാൾക്കുള്ള എല്ലാ പവർ അതിൽ കൂടുതൽ പവർ അയാൾക്കുണ്ടായിരുന്നു എന്ന് ശാസ്ത്രീയമായി തന്നെ അവൻ്റെ മസിലിൻ്റെ പവർ ടെസ്റ്റ് ചെയ്തുകൊണ്ട് കോടതിയെ ബോധിപ്പിക്കാൻ സാധിച്ചു. ഇപ്പോൾ നിങ്ങൾ കുറച്ച് കാലത്തും ഒരു ഗോവിന്ദചാമിനെയും ഇപ്പോഴത്തെ ഗോവിന്ദചാമിനെയും ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. അദ്ദേഹം ഫാറ്റ് കുറച്ചിട്ട്
ശരീരത്തിലെ ഫാറ്റിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിന് പുറമെ മൂപ്പര് ഫുഡ് കൺട്രോൾ ചെയ്ത് അതിൻ്റെ ഉതകുന്ന രീതിയിൽ, അതായത് ഒരു അത്ലറ്റിൻ്റെയൊക്കെ പോലെ ഉള്ള ശരീരമായി അയാളുടെ മാറിയിരിക്കുന്നു. നല്ല ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ളൊരു പ്രതി തന്നെയായിരുന്നു. മാത്രമല്ല അയാൾ അതിനു വേണ്ടിയുള്ളൊരു മനോധൈര്യവും അതിനുവേണ്ടി ആ മനസ്സിനനുസരിച്ച് ശരീരത്തെ രൂപപ്പെടുത്താൻ അയാൾക്ക് സാധിച്ചു. അതായത് കുറച്ച് കാലങ്ങളായിട്ട് തന്നെ അദ്ദേഹം അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അയാളുടെ ഫിസിക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ അയാളുടെ ശരീരത്തിൻ്റെ ഓരോ മസിൽസിൻ്റെ പവർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇത് മുകളിലേക്ക് കയറാൻ അദ്ദേഹത്തിന് നിഷ്പ്രയാസം സാധിക്കുന്നു. മാത്രമല്ല ഒരു കൈ കൊണ്ട് മാത്രം കയറാൻ പറ്റുമെന്നുള്ള ചോദ്യം എപ്പോഴും ഉന്നയിക്കാവുന്നൊരു സമയം. ഒരു കൈ തന്നെയാണ് ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ, മറ്റേ കൈ ജസ്റ്റ് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് അതിന് മുകളിലേക്ക് കയറാൻ സാധിക്കും. അപ്പോൾ ആ സംശയം ഉറവാകുന്നു. ഒറ്റയ്ക്ക് തന്നെ ഇതൊക്കെ ചെയ്യാൻ കഴിവുള്ള ആളാണ് ഗോവിന്ദചാമി എന്നത് വ്യക്തമാവുകയാണ്. ഇന്ന് എവിടെയാണ് ഇപ്പോൾ ഗോവിന്ദചാമി എന്നത് നോക്കാം. ഗോവിന്ദചാമിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും സുരക്ഷയുള്ള ജയിലുകളിൽ ഒന്നാണ് വിയ്യൂർ സെൻട്രൽ ജയിൽ. അവിടേക്ക് മാറ്റിയിരിക്കുകയാണ്. അവിടെ അതീവ സുരക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. 7:15 കൂടിയാണ് വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് ഗോവിന്ദചാമിയെ കൊണ്ടുവന്നത്. ഇനി അവിടുത്തെ ഏകാന്ത സെല്ലിലായിരിക്കും ഗോവിന്ദചാമി ഉണ്ടാവുക. ഈ വിയ്യൂറിലെ ഈ ജയിലിനുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നത് കൂടി നോക്കാം. കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന ഇടമാണ് വിയ്യൂരിലെ ഗോവിന്ദചാമിയെ ഇപ്പോൾ എത്തിച്ചിട്ടുള്ള ഈ സെല്ല്. അവിടുത്തെ പ്രത്യേകതകൾ, ശക്തമായ നിരീക്ഷണ സംവിധാനം ഉള്ള ഇടമാണ് വിയ്യൂരിലെ ഈ ജയില്. അവിടെ ജയിൽ ചാട്ടം അടക്കമുള്ള വീഴ്ച ഉണ്ടാകാതിരിക്കാനുള്ള വലിയ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട്. ആ മുൻകരുതലുകൾ ഉള്ള സ്ഥലത്താണ് ഇപ്പോൾ ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരിക്കുന്നത്. അവിടുത്തെ ശേഷി 536 പേരെ പാർപ്പിക്കാൻ ശേഷിയുള്ള ജയിലിൽ വെറും 125 കൊടും കുറ്റവാളികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആളുകൾ കുറയുന്നത് കൊണ്ട് തന്നെ അത്രയധികം സുരക്ഷ ഉറപ്പാക്കാൻ കഴിയും. ഇവരുടെ നിരീക്ഷണം സാധ്യമാകുമെന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം. 4.2 മീറ്ററാണ് സെല്ലിന്റെ ഉയരം. ഫാനും കട്ടിലും CCTV നിരീക്ഷണവും വിയ്യൂർ ജയിലിലുണ്ട്. സെല്ലിലുള്ളവർക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ കഴിയില്ല. ഭക്ഷണം സെല്ലിൽ എത്തിക്കും. ഒപ്പം 6 മീറ്റർ ഉയരത്തിൽ 700 മീറ്റർ ചുറ്റളവിലാണ് ചുറ്റുമതിൽ. മതിലിൽ നിന്ന് 50 മീറ്റർ അകലെ ജയിൽ കെട്ടിടം. കോടതി നടപടികൾക്ക് പോലും ഇവരെ പുറത്തിറക്കേണ്ടുന്ന കാര്യമില്ല. കാരണം വീഡിയോ കോൺഫറൻസിംഗിലൂടെ അത്തരം നടപടികൾ പൂർത്തിയാക്കാനുള്ള സംവിധാനം കൂടി വിയ്യൂർ ജയിലിലുണ്ട്. അപ്പോൾ ടെലിമെഡിസിൻ സംവിധാനമുണ്ട്. 250ഓളം CCTVകളുണ്ട്. ഇതൊക്കെ കണ്ണൂർ ജയിലിലും നമുക്ക് എന്തൊക്കെ സുരക്ഷാ നടപടികൾ എന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ എണ്ണി പറയാൻ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊന്നും പ്രാബല്യത്തിലായിട്ടില്ല. ആ സംവിധാനങ്ങളൊന്നും പ്രവർത്തിച്ചില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഫെൻസിംഗ് ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ വൈദ്യുതി ഇല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ ജയിലിലെ അന്തേവാസികൾക്ക് അറിയാം എവിടെയൊക്കെ വീഴ്ചകളുണ്ട് എന്നത് അറിയുകയും ചെയ്യാമെന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ വിയ്യൂരിനെ സംബന്ധിച്ച് ഇത്രയധികം സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഉണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് ജയിൽ ചാടിയ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസ് നമുക്കറിയാം. പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന കേസുണ്ട്. അതിന് പുറമെ ഇപ്പോൾ ജയിൽ ചാടിയ കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട്. അതിന്റെ റിമാൻഡ് റിപ്പോർട്ട് കൂടി പുറത്തുവരുന്നു. ഗോവിന്ദചാമിയുടെ സഹതടവുകാരെ ചോദ്യം ചെയ്യാനുള്ള നീക്കമുണ്ട്. തനിക്ക് ആരുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്നതാണ് ഗോവിന്ദചാമി പറയുന്നത്. പക്ഷേ ഗോവിന്ദചാമിയുടെ ആ മൊഴി പോലീസ് അത്ര വിശ്വാസത്തിലെടുത്തിട്ടില്ല. ചോദ്യം ചെയ്യലിൽ ഗോവിന്ദചാമി പല കാര്യങ്ങളോടും പ്രതികരിക്കുന്നുണ്ട്, പല കാര്യങ്ങളുമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുന്നില്ല. പോലീസിന് സംശയം ആരുടെയൊക്കെയോ സഹായം ലഭിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ കൂടി നടത്തുന്നുണ്ട്. ഒരു സഹതടവുകാരന് മാത്രമേ താൻ ജയിൽ ചാടുന്ന വിവരം അറിയുക പോലും ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് ഗോവിന്ദചാമി പറയുന്നത്. പക്ഷേ അതും വിശ്വാസത്തിലെടുത്തില്ല. നമുക്കറിയാം, ഈ ഹാക്സോ ബ്ലേഡൊക്കെ ഉപയോഗിച്ച് ഒരുപാട് ദിവസത്തെ പരിശീലനത്തിന് ശേഷമാണ് അത് മുറിക്കാനൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. മാത്രവുമല്ല പുറത്തുനിന്ന് എന്തായാലും സഹായം ലഭിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. ഈ ആശയവിനിമയങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഇയാൾ മോഷണം നടത്തി പൈസ ഉണ്ടാക്കി ഇവിടെ നിന്ന് നാട് വിടുക എന്നതായിരുന്നു ലക്ഷ്യം എന്ന് പറയുന്നു. അത് നമ്മൾ ഇന്നലെ തന്നെ അറിഞ്ഞ വിവരമാണ്. അതുമായി ബന്ധപ്പെട്ട് ചില ടെലിഫോൺ സംഭാഷണങ്ങൾ നടന്നതിന്റെ തെളിവുകൾ കൂടി ഇന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. നോക്കണം, ജയിലിലിരിക്കുന്ന വ്യക്തിയാണ്. അവിടെ ഇരുന്നു കൊണ്ട് എങ്ങനെ രക്ഷപ്പെടണമെന്നും എങ്ങനെ മോഷണം നടത്തണമെന്നും എങ്ങനെയാണ് അതിന്റെ പ്ലാൻ ഒക്കെ തയ്യാറാക്കുന്നു. അവിടെ ഫോൺ അവൈലബിൾ ആയിരുന്നു എന്നത് വളരെ വ്യക്തമാകുന്നു. അതിന്റെ തെളിവുകൾ കൂടി ലഭിച്ചിട്ടുണ്ട്.
ഇതിന്റെ ശാസ്ത്രീയ പരിശോധന കൂടി പുറത്തു വരണമെന്നതാണ് പോലീസ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല നമുക്കറിയാം സെല്ല് മുറിച്ചാണ് പുറത്തു പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുമുതൽ നശിപ്പിച്ചതിന്റെ ഒരു കേസ് കൂടി ഗോവിന്ദചാമിക്കെതിരെ എടുക്കുന്നു. 6 മാസം തടവ് ലഭിക്കാവുന്ന ശിക്ഷയാണ് ഇതിലുണ്ടായിരിക്കുന്നത്. ജയിലിലെ അഴി മുറിച്ചതിനാണ് ഗുരുതര വകുപ്പ് ചുമത്തിയത്. ഇതോടെ ആ ശിക്ഷ ഉറപ്പാക്കും. എന്തായാലും അപ്പോൾ വലിയ രീതിയിലുള്ള നടപടികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്താനും മറ്റ് ജയിലുകളിലെ സാഹചര്യങ്ങൾ ഉറപ്പുവരുത്താനും തീരുമാനമായിരിക്കുന്നു. ഈ ഗോവിന്ദചാമിക്കെതിരെ ജയിൽ ചാടിയതിന് കൂടുതൽ വകുപ്പുകളൊക്കെ ചേർത്ത് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് സാഹചര്യം. അതീവ സുരക്ഷയുള്ള വിയ്യൂർ ജയിലിലേക്ക് ഗോവിന്ദചാമിയെ മാറ്റുകയും ചെയ്തിരിക്കുന്നു. അതാണ് ഗോവിന്ദചാമി ജയിൽ മാറിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്നുണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ്സ്. അപ്പോൾ ഗോവിന്ദചാമി വാർത്തയിൽ നിന്നും നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോവുകയാണ്. ഫോക്കസ് നമ്പർ 2, പർദ്ദയിട്ട പ്രതിഷേധം. നമുക്കറിയാം, അമ്മ താരസംഘടനയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതോടൊപ്പം തന്നെ നിർമ്മാതാക്കളുടെ സംഘടനയിലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെ ഇന്ന് വലിയ ഒരു പ്രതിഷേധം, ഒരു പ്രതീകാത്മക പ്രതിഷേധം നടന്നു. സാന്ദ്ര തോമസിന്റെ ഭാഗത്ത് നിന്നാണ് അതുണ്ടായത്. സാന്ദ്ര തോമസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള തീരുമാനമെടുത്തിരുന്നു. അതിലും വ്യത്യസ്തവും ഏറ്റവും ശ്രദ്ധേയമായതും അതിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സാന്ദ്ര എത്തിയ വേഷമാണ്. പർദ്ദ ധരിച്ചുകൊണ്ടാണ് സാന്ദ്ര തോമസ് അവിടെ എത്തിയത്. നമുക്കറിയാം, ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള യുദ്ധം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് സാന്ദ്ര. ആ രീതിയിൽ അവർ മുന്നോട്ട് പോവുകയാണ്, നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ തന്നോട് അപമര്യാദയായി പെരുമാറി എന്ന വിഷയം ചൂണ്ടിക്കാട്ടിയാണ് അവർ നിയമ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ആ സാന്ദ്ര തോമസ് ആണ് ഇന്ന് പർദ്ദ ധരിച്ചുകൊണ്ട് നിർമ്മാതാക്കളുടെ സംഘടനയിലെ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എത്തിയത്. പുരുഷാധിപത്യത്തിനെതിരായ പോരാട്ടമാണ് സാന്ദ്ര തോമസ് നടത്തുന്നതെന്ന് നമുക്കറിയാം. സാന്ദ്ര മത്സരിക്കാനുള്ള കാരണമായി പറയുന്നത് ഇതാരുടെയും കുത്തകയല്ല, ഈ സംഘടന പലരും കുത്തകയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ പോരാടണം, ഇതാരുടെയും കുത്തകയല്ല എന്ന് തെളിയിക്കണം. അതിനുവേണ്ടിയാണ് തന്റെ മത്സരം എന്നത് സാന്ദ്ര തോമസ് പറയുന്നു. അതാണ് മത്സരിക്കാനുള്ള കാരണം. എന്തുകൊണ്ട് പർദ്ദ എന്ന വേഷം എന്ന് ചോദിക്കുമ്പോൾ സാന്ദ്ര പറയുന്നത് തനിക്കൊരു നീതിയും കിട്ടാത്ത ഇടമാണ്, തന്നെ അധിക്ഷേപിച്ചവരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ വരാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വേഷം പർദ്ദയാണ്, അതുകൊണ്ടാണ് താൻ പർദ്ദ ധരിച്ച് എത്തിയത് എന്നതാണ് സാന്ദ്ര തോമസ് പറയുന്നത്. സാന്ദ്രയുടെ പ്രതികരണം കേൾക്കാം. മാറിക്കൊടുക്കാൻ തയ്യാറാവണം. അവര് എന്നും ഈ കസേര കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ലല്ലോ. ആളുകൾ മാറി വന്നെങ്കിൽ മാത്രമേ പുരോഗതി ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ തന്നെ ഈ അസോസിയേഷനിൽ ഈ പ്രാവശ്യം പ്രസിഡന്റായി ജയിക്കുകയാണെങ്കിൽ അടുത്ത ടേമിൽ ഞാൻ ഇരിക്കില്ല. ഞാൻ മാറിക്കൊടുക്കണം. പുതിയ ആളുകൾക്ക് അവരുടെ പൊട്ടൻഷ്യൽ കാണിക്കാൻ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. അതിന് സംബന്ധിക്കാതെ വർഷങ്ങളായിട്ട് 10-15 പേര്, ഇപ്പം ഹേമ കമ്മിറ്റിയിൽ പറയുന്ന പോലെ, ഒരു പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന പോലെ 10-15 പേര് അടക്കി വാഴുന്നൊരു അസോസിയേഷനാണിത്. ഞാൻ ഒരു ഗൗരവകരമായ ഒരു കുറ്റം ആരോപിച്ചിട്ട് അത് പോലീസ് കുറ്റപത്രം കൊടുത്ത് കോടതിയിലിരിക്കുന്ന പ്രതികൾ 4 പേരെ പ്രതികളാക്കി പോലീസ് കുറ്റപത്രം കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് പോലും അവരിവിടെ ഭരണാധികാരികളായി തുടരുകയും മാത്രവുമല്ല അടുത്ത ടേമിലേക്ക് ഇവർ തന്നെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആയിട്ട് മത്സരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗവും കൂടി ആയിട്ടാണ് ഞാനിത് ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ അസോസിയേഷനിൽ ഇപ്പോഴത്തെ ഭാരവാഹികളിരിക്കുന്ന ഈ അസോസിയേഷനിൽ വരാൻ ഏറ്റവും ഉചിതമായ വസ്ത്രം ഇത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കുത്തകയാക്കി വെച്ചിരിക്കുകയാണ് ചിലർ സ്ഥാനമാനങ്ങൾ. അപ്പോൾ അതിനെതിരെയുള്ള പോരാട്ടമാണ് തൻ്റേതെന്ന് സാന്ദ്ര തോമസ് പറയുകയാണ്. തനിക്ക് അധിക്ഷേപകരമായ പരാമർശങ്ങൾ നേരിടേണ്ടി വന്നു. അതിൽ ഒരു നടപടിയും സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. മാത്രവുമല്ല, പരസ്യമായ അധിക്ഷേപം വീണ്ടും നേരിടേണ്ടി വരുന്ന സാഹചര്യമാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടായത്. അതുകൊണ്ട് പർദ്ദ ധരിച്ചു വരുന്നു എന്നതാണ് സാന്ദ്ര ചൂണ്ടിക്കാട്ടുന്നത്. ഇനി താൻ മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ അടുത്ത ടേം എന്തായാലും താൻ അവിടെ ഉണ്ടാകില്ല എന്നുകൂടി സാന്ദ്ര തോമസ് പറയുകയാണ്. വലിയ രീതിയിലുള്ള പരിഹാസമാണ് ഇതിനെതിരെ ലിസ്റ്റിനുൾപ്പെടെയുള്ള നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സാന്ദ്രയുടെ വേഷം കെട്ടാണ് ഈ പർദ്ദ ധരിച്ചെത്തിയ നടപടി എന്നതുൾപ്പെടെയുള്ള പരാമർശങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ ചാർലി ചാപ്ലിൻ സിനിമയിൽ പോലും അത്രയും വലിയ കോമഡി ഇല്ല. അതുകൊണ്ട് ഒരു കോമഡി ആയിട്ടാണ് എനിക്കത് തോന്നിയിരിക്കുന്നത്. അത്രയും സുരക്ഷിതമില്ലാത്ത ഒരിടമായി സാന്ദ്ര പ്രൊഡ്യൂസർ അസോസിയേഷനെ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊന്നും പറയാത്തില്ല. സാന്ദ്ര ക്രിക്കറ്റ് കളിയുടെ ഡ്രസ് ഇടുവോ, ഫുട്ബോൾ കളിക്കുന്ന ഡ്രസ് ഇടുവോ, അല്ലെങ്കിൽ പർദ്ദ ഇടുവോ, ജീൻസും ഷർട്ടും ഇടുവോ, അത് അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്.
ഒരിടത്ത് പോകുമ്പോൾ എന്ത് ടൈപ്പ് ഓഫ് ഡ്രസ്സ് ഇടണം എന്നുള്ളത് അതിനെപ്പറ്റി നമുക്ക് പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. വലിയ പരിഹാസമാണ് ലിസ്റ്റിന്റെ വാക്കുകളിലുള്ളത് എന്ന് നമുക്കത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഇതിനെതിരെയും സാന്ദ്ര പ്രതികരണവുമായി എത്തി. നമ്മൾ രാവിലെ ഈ വിഷയമുണ്ടായപ്പോൾ തന്നെ ഇത് ന്യൂസ് ട്രെൻഡ്സിൽ ചർച്ചയ്ക്കെടുത്തിരുന്നു. അപ്പോൾ രണ്ടുപേരെയും, സാന്ദ്രയെയും ലിസ്റ്റിനെയും വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു അവരോട്. അപ്പോൾ ലിസ്റ്റിൻ ഉയർത്തിയ ഈ പരിഹാസത്തിന് വലിയ രീതിയിലുള്ള മറുപടിയാണ് സാന്ദ്രയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കുര്യൻ എന്ന് പറഞ്ഞൊരു നിർമ്മാതാവ് കൂടിയുണ്ട്. കാര്യം അവർക്കുണ്ടായ ഒരു മോശം അനുഭവം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഈ ലിസ്റ്റിൻ സ്റ്റീഫൻ ഇരിക്കുന്ന ഒരു സഭയിൽ വെച്ച് പറഞ്ഞപ്പോ ലിസ്റ്റിൻ അവരെ കളിയാക്കിക്കൊണ്ടാണ് തിരിച്ചു പ്രതികരിച്ചത്. എന്റെ ഒപ്പം ഷീല കുര്യൻ ഉണ്ട്, നിർമ്മാതാവാണ്, ഞാൻ കൊടുക്കാം. ഷീല കുര്യനാണ്. അതായത് അന്നത്തെ കമ്മിറ്റിയിൽ ഞാൻ ഈ പ്രശ്നം പറയണമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ എനിക്കത് പറയേണ്ടി വന്നു, ഇവരുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടി വന്നു, എനിക്ക് ഉണ്ടായ ഒരു ദുരനുഭവത്തെ കുറിച്ച്. പക്ഷെ ആ സമയത്ത് ലിസ്റ്റ് വളരെ പരിഹാസത്തോടെ ഇപ്പൊ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് ഒരാൾ അന്നത് ബാഡ് ടച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മളോട് പെരുമാറി കഴിഞ്ഞാൽ അത് നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിശോധിക്കുകയാണ്. നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരാൾ നമ്മളെ തൊടുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ കുക്കിംഗ് പരിശോധിക്കുകയാണ്. ഏത് അവസ്ഥയിലും നമ്മളത് കുക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമെന്നാണോ ഇദ്ദേഹം വിചാരിച്ചിരിക്കുന്നത്? എനിക്കത് വല്ലാതെ ഫീൽ ചെയ്തു. കാരണം പരിഹാസം ഒരു പെണ്ണിനെ ഒരിക്കലും പരിഹസിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ അതിന്റെ വിഷമം മനസ്സിലാവത്തുള്ളൂ. അതായത് എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു കമ്മിറ്റി കൂടുമ്പോ ഒരാൾ ഒരു കാര്യം പറയുമായിരിക്കും. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ വളരെ ലൈറ്റ് ആയിട്ട് ചിലപ്പോ ഒരു ഹ്യൂമർ രീതിയിൽ നമ്മൾ ചില കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുമായിരിക്കുമല്ലോ. അപ്പൊ അതായത് ഒരാളെ എന്താ പറയുക, കളിയാക്കാൻ വേണ്ടിയിട്ടോ അങ്ങനത്തെ ഉള്ള ഇതല്ല. അന്നേരം തന്നെ റെസ്പോണ്ട് ചെയ്താണ് ലിസ്റ്റിൻ കള്ളത്തരം പറയരുത്. അന്ന് തന്നെ ഞാൻ ലിസ്റ്റിനോട് വളരെ രൂക്ഷമായി തന്നെ പ്രതികരിച്ചതാണ്. ഇത് ശരിയായ ഇങ്ങനെയല്ല ഒരാള് ഒരു കംപ്ലൈന്റ് പറയുമ്പോൾ, ഒരു വിഷമം പറയുമ്പോൾ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടതെന്ന് അന്ന് ഞാൻ ലിസ്റ്റിന്റെ മുഖത്ത് നോക്കി ചോദിച്ചപ്പോൾ ലിസ്റ്റിൻ എന്നോട് പറഞ്ഞ മറുപടി, നമുക്ക് ഇങ്ങനെയുള്ള ആളുകളാണ് അസോസിയേഷന്റെ പൊസിഷനിലേക്ക്, ഇവിടുത്തെ ഇങ്ങനെ തിരിച്ചു ചോദിക്കുന്ന ആളുകളും ഇവിടെ വരണം എന്ന് ലിസ്റ്റിൻ എന്ന വ്യക്തി തന്നെ എന്നോട് എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞതാണ്. ലിസ്റ്റിൻ അന്ന് ആ ചേച്ചിയോട്, ഷീല ചേച്ചിയോട് പറഞ്ഞ വാക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പറഞ്ഞത് നിങ്ങളുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരീക്ഷിച്ചതായിരിക്കും ആ വ്യക്തി എന്നുള്ളതാണ് പറഞ്ഞത്. ഇത്രയും മോശമായിട്ട് ഒരു സ്ത്രീയോട് കമന്റ് ചെയ്യുന്നത് ലിസ്റ്റിനല്ലാതെ വേറൊരു വ്യക്തി ഉണ്ടാവില്ല. അത് തമാശയാണെന്ന് പറയാനായിട്ട് ഒരു അസോസിയേഷന്റെ ട്രഷററായിട്ടിരിക്കുന്ന ലിസ്റ്റിന് എങ്ങനെ തോന്നി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ആ ഒരു സ്ഥാനത്തിരിക്കാൻ താങ്കൾ യോഗ്യനല്ല. ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ലിസ്റ്റിന് അമ്മയും പെങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പറയില്ല. എന്നെ മറ്റൊരു പ്രൊഡ്യൂസർ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചിരുന്നു, എന്നെ ഇങ്ങനെ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ എന്നോട് മോശമായി പെരുമാറി, ഞാൻ എങ്ങനെയാണ് വീട് വരെ എത്തിയതെന്ന് എനിക്ക് അറിയില്ല, ഞാൻ ഇറക്കിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർക്കുണ്ടായ ഒരു ദുരനുഭവം വളരെ വിഷമത്തോടു കൂടി പറയുമ്പോ ലിസ്റ്റിനത് ചേച്ചിയുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരീക്ഷിച്ചതായിരിക്കും എന്ന് പറഞ്ഞ് ലൈറ്റാക്കി അതൊരു തമാശയാക്കി വിടാൻ ലിസ്റ്റിന് എങ്ങനെ നമ്മളൊരു സഭയിൽ ഇരുന്നൊരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിട്ടിരിക്കുമ്പോ അന്ന് എന്തൊക്കെയോ ആരൊക്കെയോ കുറച്ച് ദേഷ്യപ്പെടുകയോ ഏതാണ്ടൊക്കെ ചെയ്തു. അത് സാന്ദ്രിക വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. നമ്മളൊരു സംഘടനയായിട്ട് നിൽക്കുമ്പോൾ കുറെ ആൾക്കാരുള്ളപ്പോൾ നമ്മൾ അതിനെ ഒരു ഡിപ്ലോമസിയിലൂടെയും കൂടെ ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ് ഞാൻ പഠിച്ചേക്കുന്നത്. ഇപ്പൊ എല്ലാവരും ഡിപ്ലോമസി ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. ലിസ്റ്റിനെ ഡിപ്ലോമസി പഠിപ്പിച്ച സ്കൂള് പൂട്ടേണ്ട സമയമായി. ലിസ്റ്റിനെ പറയേണ്ട സ്ഥലത്ത് പറയാനായിട്ട് ആദ്യം പഠിക്കണം. ഈ ഹേമ കമ്മിറ്റി വന്നതിന് ശേഷം ഇവിടെ നമുക്ക് ആസ് പ്രൊഡ്യൂസേഴ്സ് നമുക്ക് ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് അന്ന് ഡിസ്കസ് ചെയ്തപ്പോ തന്നെ ഈവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് അതിന്റെ അകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്, ഉൾക്കൊള്ളാൻ പറ്റാത്തതുണ്ട്. അത് ഡിസ്കഷനിലൂടെ പോയിട്ട് ഉൾക്കൊണ്ട കാര്യങ്ങളിൽ നിങ്ങൾ നടപ്പാക്കിയ കാര്യം പറയും. അല്ല, അതാണ് അത് വേറെ കമ്മിറ്റികൾ ഇപ്പൊ ഈവൻ കൂടി നടപ്പാക്കാൻ വേണ്ടിയിട്ട് വേറെ സംഘടനകളുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് കൂടിയല്ലേ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നമുക്ക് മാത്രമല്ല ചെയ്യാൻ പറ്റുന്നത്. അടുത്ത ടേമിൽ അടുത്ത ഭാരവാഹികൾ വരണോ അത് നടത്താനായിട്ട്? അങ്ങനെയല്ല. അതിന് നിങ്ങൾ ഈ 2 വർഷം നിങ്ങൾ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്തു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് 1 വർഷം കഴിഞ്ഞു. ഈ ഓഗസ്റ്റിൽ 1 വർഷം ആവുകയാണ്. നിങ്ങൾ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്തു? നിർമ്മാതാക്കളുടെ സംഘടനകളുടെ വീഴ്ചകൾ എണ്ണി പറയുകയായിരുന്നു സാന്ദ്ര തോമസ്. എന്തായാലും ഒരു ചാനൽ ചർച്ച എന്ന കാര്യം പോലും മറന്നുകൊണ്ടുള്ള ഏറ്റുമുട്ടലാണ് ഇരുവരും തമ്മിൽ ഇന്ന് സംഭവിച്ചത്. എന്തായാലും മത്സരം കടുക്കും അവിടെയും എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചെത്താം.
നമ്മൾ ഇനി അടുത്തത് പോകുന്നത് ഫോക്കസ് നമ്പർ 3യിലേക്കാണ്. കോസ്മോപൊളിറ്റൻ തരൂർ. കോൺഗ്രസ് അകലം പാലിക്കുന്നതിനിടയിൽ കോട്ടയത്ത് തരൂരിന് വേദിയൊരുക്കിയിരിക്കുകയാണ് കത്തോലിക്ക സഭ. സഭയുടെ 4 പരിപാടികളിലാണ് 2 ദിവസത്തിനിടെ തരൂർ പങ്കെടുത്തത്. കത്തോലിക്ക സഭയുടെ പാലാ രൂപതയും ഒപ്പം തന്നെ CSI സഭയുമാണ് തരൂരിന് വേദിയൊരുക്കിയത്. അപ്പോൾ 2 ദിവസത്തിനിടെ ഏതാണ്ട് 4 പരിപാടികളിൽ ശശി തരൂർ അവിടെ പങ്കെടുത്തു. വളരെ ഹാർദ്രമായ സ്വീകരണമാണ് തരൂരിന് അവിടെ ലഭിച്ചത്. VIP പരിഗണന ലഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ VIP പരിഗണന ലഭിച്ചുകൊണ്ടാണ് തരൂർ അവിടെ പരിപാടികളിൽ പങ്കെടുത്തത്. കോൺഗ്രസിന്റെ KPCC അധ്യക്ഷൻ ഉൾപ്പെടെ പങ്കെടുത്ത ചടങ്ങാണ് ഇന്ന് നടന്നത്. അവിടെ മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കൊക്കെ സംസാരിക്കാൻ വെറും 3 മിനിറ്റ് കിട്ടിയപ്പോൾ തരൂരിന് സംസാരിക്കാൻ 10 മിനിറ്റാണ് കിട്ടിയത്. അങ്ങനെ VIP പരിഗണന ലഭിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഏറ്റവും ശക്തി കേന്ദ്രമായ ഇടത്ത് തരൂർ ഇന്ന് ശക്തി കാണിച്ചത്. ഇപ്പോൾ കർദിനാൾ ജോർജ് ആലഞ്ചേരി ഒപ്പം തന്നെ പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഇവരായിരുന്നു അവിടെ വേദിയിലുണ്ടായിരുന്നത്. വലിയ പ്രശംസ കൊണ്ട് മൂടുകയായിരുന്നു ഇരുവരും തരൂരിനെ. മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞത് ആർക്കും ഒരു സ്ഥാനം കൊടുക്കാൻ തോന്നുന്ന വ്യക്തിയാണ് തരൂർ എന്നതാണ് ആലഞ്ചേരി തരൂരിനെ കുറിച്ച് പറഞ്ഞതെങ്കിൽ കോസ്മോപൊളിറ്റൻ നേതാവാണ് തരൂർ എന്നതായിരുന്നു പാലാ രൂപതാ അധ്യക്ഷന്റെ പ്രതികരണം. ഇരുവരുടെയും വാക്കുകൾ കേൾക്കാം. എല്ലാവർക്കും പ്രിയങ്കരനായ, എല്ലാവരും ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പ്രതീക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശ്രീ ശശി തരൂർ ബഹുമാന്യനായ ശശി തരൂര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അദ്ദേഹം തൻ്റെ ചിന്തകളിലൂടെ, ഗ്രന്ഥങ്ങളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. കേരളത്തിൽ നിന്നുള്ള ഒരു കോസ്മോപൊളിറ്റൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. നിയോളജിസം ആണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. പുത്തൻ വാക്കുകൾ കണ്ടുപിടിച്ച് പുതിയ ആശയങ്ങൾ കൊണ്ട് നിർമ്മിതി നടത്തുന്നയാളാണ്. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് വേർഡ്സ് മിത്ത് എന്ന് വേണമെങ്കിലും അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. പ്രശംസകൾ കൊണ്ട് മൂടുകയായിരുന്നു ഇരുവരും. എന്തായാലും കോൺഗ്രസ് അപ്രഖ്യാപിത വിലക്കാണ് തരൂരിന് നൽകിയിരുന്നത്. ആ സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിൽ തരൂരിന്റെ ശക്തി എന്താണെന്ന് തെളിയിക്കുന്നത്. അപ്പോൾ തരൂർ എന്താണ് ലക്ഷ്യം വെക്കുന്നത് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഈ ചടങ്ങിൽ KPCC അധ്യക്ഷൻ ഉണ്ടായിരുന്നു. KPCC അധ്യക്ഷനുമായും വളരെ ഹാർദമായാണ് തരൂർ ഇവിടെ ഇടപെടുന്നത് നമ്മൾ കാണുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കൈകൊടുക്കുന്നു. അതിനുശേഷം വേദിയിൽ എത്തുമ്പോൾ ഇരുവരും സംസാരിക്കുന്നു. തരൂർ വളരെ വാചാലനായി തന്നെ KPCC അധ്യക്ഷനോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. DCC അകലം പാലിച്ച് നിൽക്കുമ്പോഴാണ് സഭ ഇത്ര വലിയ സ്വീകരണം തരൂരിന് ഒരുക്കുന്നത്. തരൂർ എന്ത് ലക്ഷ്യം വെക്കുന്നു? നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വലിയ രീതിയിൽ BJP അനുകൂല നിലപാട് തരൂർ സ്വീകരിക്കുന്നു എന്ന സൂചനകളുണ്ടായിരുന്നു. മോദി സ്തുതി പലതവണ തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. മാത്രവുമല്ല, പല ലേഖനങ്ങളും തരൂരിൻ്റെതായി വന്നത് വലിയ ചർച്ചയായി. ഇതൊക്കെ BJPയിലേക്ക് തരൂർ പോകുമോ എന്ന സംശയം ഉണർത്തിയിരുന്നു. പക്ഷേ ഇന്ന് ഈ ചടങ്ങിൽ തരൂർ സംസാരിച്ചത് ക്രൈസ്തവർക്ക് നേരെ ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന ആക്രമണങ്ങളെ കുറിച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഒപ്പം കേരളത്തിന്റെ മതസൗഹാർദ്ദത്തെ പുകഴ്ത്താനും തരൂർ മറന്നില്ല. നമ്മളുടെ കേരളത്തിൽ, നമ്മളുടെ ഭാരതത്തിന്റെ ഒരു ശക്തി, ഒരു ബലമായിരുന്നു നമ്മള് ഓരോരോ മതത്തിനെ വെറും സഹിഷ്ണുത മാത്രമല്ല സ്വീകാര്യതയാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായത്. ഇന്ന് കേട്ട ഈ അൺഫോർച്ചുനേറ്റ് എപ്പിസോഡ്, ഈ അറസ്റ്റും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇതിനെതിരെ അഫ്കോഴ്സ് നമ്മൾ ശക്തമായി നിൽക്കണം. എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ സ്വീകാര്യതയെ ഒരിക്കലും മറക്കാൻ സമ്മതിക്കരുത് നമ്മുടെ രാഷ്ട്രീയ മേഖലയിൽ. എന്താണ് ഇനി തരൂരിന്റെ ലക്ഷ്യമെന്നാണ് അറിയേണ്ടത്. കേരളം തന്നെ തട്ടകമാക്കാൻ തരൂർ തീരുമാനിച്ചോ എന്നറിയണം. തരൂരിന് പിന്നിൽ ആരാണ് എന്നറിയണം. തരൂരിനെ മുൻനിർത്തി A ഗ്രൂപ്പാണ് ചില നീക്കങ്ങൾ നടത്തുന്നത് എന്ന തരത്തിലുള്ള സൂചനകളുണ്ട്. എന്തായാലും ഈ സാഹചര്യം വളരെ ഗൗരവത്തോടെ കാണണം എന്നതാണ് KPCC ഉൾപ്പെടെ കണ്ടിരിക്കുന്നത്. ഹൈക്കമാൻഡിനും സമാനമായ തരത്തിലുള്ള ധാരണ തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ക്രൈസ്തവ സഭകളുമായി തരൂർ അടുക്കുന്നു. ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ തരൂരിന് സ്വാധീനം എന്നത് കോൺഗ്രസിന് ഗൗരവമായി ചിന്തിക്കേണ്ടുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ്. തരൂരിന്റെ ലക്ഷ്യം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ ചർച്ചകൾക്കും ഇത് വഴിവെച്ചിരിക്കുകയാണ്. നമ്മൾ ഇനി പോകുന്നു ഫോക്കസ് നമ്പർ 4ലേക്കാണ്. തേവലക്കര സ്കൂൾ നന്നാക്കാൻ സർക്കാർ.
നമുക്കറിയാം മിഥുൻ എന്ന ആ കുഞ്ഞു മകന്റെ മരണം തൻ്റേതല്ലാത്ത കുറ്റമാണ്. ആ സ്കൂളിൽ ഉണ്ടായ അധികൃതരുടെ വീഴ്ചയാണ് മിഥുൻ എന്ന കുഞ്ഞിൻ്റെ 8ാം ക്ലാസ്സുകാരനായ മിഥുൻ എന്ന കുഞ്ഞിൻ്റെ ജീവനെടുത്തത്. അപ്പോൾ ഇനി ആ കുഞ്ഞിന് നീതി കിട്ടണമെങ്കിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകേണ്ടതാണ്. അവിടെ ആദ്യം പ്രഥമ അധ്യാപികയ്ക്കെതിരെ ഉണ്ടായിട്ടുള്ള ഒരു നടപടി സസ്പെൻഷൻ മാത്രമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. സ്കൂൾ മാനേജ്മെന്റ് CPM-ന്റേതാണ്. അതുകൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കാനുള്ള നീക്കം നടക്കുന്നു എന്ന വലിയ ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. അവിടെയാണ് ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വന്നുവെന്നും അതിൽ മാനേജ്മെന്റിന് കൃത്യമായ പാളിച്ചകൾ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടെന്നും വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്നും ഒരു കണ്ടെത്തലുണ്ടാകുന്നതും മന്ത്രി ആ മാനേജ്മെന്റ് പിരിച്ചുവിടാനുള്ള തീരുമാനമെടുത്തു എന്ന കാര്യവും മാധ്യമങ്ങളെ അറിയിച്ചത് മാത്രവുമല്ല ഇതിന്റെ ചുമതല സർക്കാർ ഏറ്റെടുക്കുക കൂടി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വലിയ കൃത്യമായ നടപടി, നിർണായക നടപടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം. തേവലക്കര സ്കൂളിലെ അപകടവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളതായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. തേവലക്കര ഭരണം കൊല്ലം വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കാണ് കൊടുത്തിരിക്കുന്നത്. കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കാണ് ഇതിന്റെ ചുമതല കൈമാറിയിരിക്കുന്നത്. അങ്ങനെ ചുമതല കൈമാറിക്കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കുകയും ചെയ്തിരിക്കുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നടത്തിയ അന്വേഷണത്തിലാണ് ഗുരുതരമായ ഈ വീഴ്ച സംഭവിച്ചത് കണ്ടെത്തുകയും തുടർന്ന് നടപടികൾ ഉണ്ടാകുകയും ചെയ്തത്. സ്കൂൾ മാനേജർ CPM മൈനാഗപ്പള്ളി കിഴക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ G. തുളസീധരൻ പിള്ള നൽകിയ വിശദീകരണം തൃപ്തികരമല്ല എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇന്ന് ഈ നടപടി എടുത്തതിന് ശേഷം പ്രതികരിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം പറയുന്നത് തന്റെ മാത്രം കുറ്റമല്ല എന്ന രീതിയിൽ പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹം നൽകിയ വിശദീകരണം തൃപ്തികരമല്ല എന്നത് മന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സ്കൂൾ മാനേജ്മെന്റിന്റെ 11-അംഗ ജനകീയ സമിതിയിൽ എല്ലാവരും CPM പ്രാദേശിക നേതാക്കളും പ്രവർത്തകരുമാണ്. ഈ CPM നേതാക്കൾ ഉൾപ്പെട്ട സമിതിയാണ് പൂർണ്ണമായും ഇപ്പോൾ സർക്കാർ പിരിച്ചുവിടുകയും അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നത്. KER ചാപ്റ്റർ 3(9) പ്രകാരം ഉള്ള കടമകൾ നിർവഹിക്കാത്തത് കൊണ്ട് 7 പ്രകാരം മാനേജർ നടപടിക്ക് അർഹനാണ്. ഈ പശ്ചാത്തലത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ മാനേജ്മെന്റിനെ പിരിച്ചുവിട്ട് സ്കൂളിന്റെ ഭരണം കൊല്ലം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർക്ക് കൈമാറിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവ് ഇറക്കും. ഈ നടപടി അംഗീകരിക്കുന്നു എന്നതാണ് തുളസീധരൻ പിള്ള പറഞ്ഞത്. പക്ഷേ തന്റെ മാത്രം പ്രശ്നമല്ല, തനിക്ക് മുമ്പുള്ളവർക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. മറ്റ് ജനപ്രതിനിധികൾ ഉൾപ്പെടെ തദ്ദേശ സ്ഥാപനങ്ങൾക്കൊക്കെ ഈ കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട് എന്നൊരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഇന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് മിഥുൻ തന്റെ ഒരു മകനെ പോലെയാണ്, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത്, അത് ഉറപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. തീർച്ചയായും ഒരു വീഴ്ച സംഭവിച്ചു എന്നത് വസ്തുതയാണ്. ഇനി അത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി ഉണ്ടാകണം. മാത്രവുമല്ല കുഞ്ഞിന് നീതി കിട്ടാൻ വേണ്ടി ആ കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കുക എന്നതുകൂടി ഉത്തരവാദിത്തമാണ്. അതിലേക്ക് സർക്കാർ നീങ്ങുന്നു എന്ന കാര്യമാണ് മന്ത്രി പറഞ്ഞത്. അതിനൊപ്പം തന്നെ പ്രതീക്ഷ നൽകുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ചില തുടർ നടപടികൾ കൂടി മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്കൂൾ സുരക്ഷ സംബന്ധിച്ച് മെയിൽ പുറത്തിറക്കിയ സർക്കുലർ അനുസരിച്ച് ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കി തുടർ നടപടി. ഉദ്യോഗസ്ഥ സംഘം സ്കൂൾ സന്ദർശിച്ച് 3 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി ജില്ലാ കളക്ടറുടെ യോഗം വിളിച്ചിട്ടുണ്ട് എന്ന കാര്യം പറയുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ സേഫ്റ്റി സെൽ രൂപീകരിച്ചു. അതാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി തോന്നുന്നത്. കാരണം ഈ സേഫ്റ്റി സെൽ രൂപീകരിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഈ സെല്ലിനെ അറിയിക്കാനുള്ള ഒരു ഇടപെടൽ കൂടി സർക്കാർ നടത്തുന്നു. നമുക്കറിയാം ഈ സ്കൂളിൽ തന്നെ ഇങ്ങനെ ഒരു വീഴ്ചയുണ്ട്, ഇത് അപകടകരമാണ് എന്ന് പലർക്കും തോന്നിയിരുന്നു. പക്ഷേ ഇത് ആരെ അറിയിക്കണം, എന്ത് ചെയ്യണം എന്നതൊക്കെ വളരെ സംശയത്തോടു കൂടിയാണ് അവർ കണ്ടിരുന്നത്. ഇപ്പോൾ ഒരു സേഫ്റ്റി സെൽ രൂപീകരിച്ചിരിക്കുകയാണ്. അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നാൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ ഒരു സുരക്ഷ സംബന്ധിച്ചുള്ള ഒരു പരാതി ഉണ്ടെങ്കിൽ അവിടെ അറിയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അത് കുറേ അധികം കാര്യങ്ങൾക്കും സ്കൂളുകൾക്കും സഹായകമാകും എന്നതാണ് മനസ്സിലാകുന്നത്. നമ്മൾ ഇനി പോകുന്നു ഫോക്കസ് നമ്പർ 5ലേക്ക്. പാലോട് ആരുടെ സ്പീക്കർ? മുൻ സ്പീക്കറായ ഇപ്പോഴത്തെ തിരുവനന്തപുരം DCC പ്രസിഡന്റ് LDFന്റെ സ്പീക്കറാണോ എന്ന് സംശയം തോന്നും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന വാർത്തകൾ കണ്ടാൽ. എന്തായാലും അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ പാർട്ടിയെ സംബന്ധിച്ച് വളരെ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കോൺഗ്രസ് ഇവിടെ തകരുമെന്നും 3ാം സ്ഥാനത്തേക്ക് പോകുമെന്നും LDFന് തുടർ ഭരണം കിട്ടുമെന്നും BJP നിർണായക ശക്തിയാകുമെന്നും ഉള്ള കാര്യമാണ് പാലോട് രവി പറയുന്നത്. അത്
കോൺഗ്രസിന്റെ തന്നെ ഒരു പ്രാദേശിക ലേഖകനെ ഫോൺ വിളിച്ചാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. എന്തായാലും കേട്ടിരുന്ന വിശ്വസ്തൻ ആയിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരായിരിക്കാം. ഇത് പുറത്തു വന്നിട്ടുണ്ട്. ഏതാണ്ട് 3-4 മാസം മുമ്പ് നടത്തിയ ഒരു ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് കേൾക്കാം. അവിടെ പഞ്ചായത്ത് ഇലക്ഷനിൽ 3-ാമത് പോകും, നിയമസഭയിൽ ഉച്ചുകുത്തി താഴെ നീ നോക്കിക്കോ. 60 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ BJP എന്ത് ചെയ്യാൻ പോകുന്നെന്ന്. അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് ഈ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ 40,000 50,000 വോട്ട് പിടിക്കും. കോൺഗ്രസ് പാർട്ടി 3-ാം സ്ഥാനത്ത് ഉച്ചുകുത്തി സംഭവിക്കും. മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും. അതോട് ഈ പാർട്ടിയുടെ അതോ ഗതിയായിരിക്കും. ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും. കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ BJPയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും. ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷൻ കഴിയുമ്പോൾ നശിക്കും. കോൺഗ്രസ് പാർട്ടി നശിച്ചു പോകും എന്ന ഒരു സാഹചര്യമാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അധോഗതിയാണ് പാർട്ടിക്ക് വരാനിരിക്കുന്നത് എന്ന് പ്രവചിക്കുന്നുണ്ട്. എന്തായാലും ഇത് നമുക്കറിയാം, നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടി അതിൻ്റെ ഊർജ്ജത്തിൽ നിന്ന് ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ നേരിടാൻ കോൺഗ്രസ് ഒരുങ്ങുമ്പോഴാണ് DCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഇത്തരമൊരു പ്രതികരണം വരുന്നത്. വലിയ അധോഗതിയാണ് പാർട്ടിയെ കാത്തിരിക്കുന്നതെന്ന് കൂടി പറയുന്നു. ഒരു ഭാഗം കൂടി കേൾക്കാം ആ ടെലിഫോൺ സംഭാഷണത്തിന്റെ. പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷൻ യാതൊരു ബ്ലോക്ക് ഭാരവാഹികളുടെ കാര്യത്തിൽ 100 പേരെ വയ്ക്കും. പാർട്ടി ഇറങ്ങി നടക്കാൻ ആളില്ല. പ്രസിഡന്റുമാരുടെ ലിസ്റ്റ് ഇവിടെ തന്നെ വേറും ബോഗസ് ആയിരുന്നു. അത് അവിടെ നിന്നല്ല, ഞാൻ ജില്ലയുടെ കാര്യം നാട്ടിൽ ഇറങ്ങി നടന്ന് ജനങ്ങളുടെ ഒക്കെ പോയി കണ്ട് നല്ലൊരു സംസാരിക്കാൻ 10% സ്ഥലത്തേ നമുക്ക് ആളുള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കാതെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ എന്റെ ജലീലെ വെറുതെ വീരവാദം പറഞ്ഞ് നമ്മളൊക്കെ നടക്കാവുന്ന കുഴിച്ചും ഈ പാർട്ടിയെ ഓരോ ഗ്രൂപ്പും പറഞ്ഞ് ഓരോ താല്പര്യവും പറഞ്ഞ് കൂടെ ഇതിനെ കുഴിച്ചു മൂടുന്നതിന്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്തായാലും ഈ വലിയ വിവാദമായതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ വിശദീകരണം കൂടി വന്നിട്ടുണ്ട്. അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ച് തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. താൻ സതുദ്ദേശത്തിൽ പറഞ്ഞതാണ്, അവരെ ഒന്ന് ഊർജ്ജസ്വലരാക്കാൻ പറഞ്ഞതാണ്, ഭിന്നത മാറ്റിവെച്ച് ഒരുമിച്ചാലേ കാര്യം നടക്കുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് പറഞ്ഞത്. എന്തായാലും ഇങ്ങനെ ചെയ്തത് ശരിയായില്ല എന്നുകൂടിയാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഇനി പാർട്ടി പാലോട് രവിയോട് സ്വീകരിക്കാൻ പോകുന്ന നടപടി എന്നത് വലിയ ആശ്ചര്യമുണ്ടാക്കുന്ന കാര്യമാണ്. നമുക്ക് കാത്തിരിക്കാം. ഇതിൽ വിശദീകരണം തേടിയിട്ടുണ്ട് എന്ന് സണ്ണി ജോസഫ് പറയുന്നു, KPCC അധ്യക്ഷൻ. ഒപ്പം തന്നെ VD സതീശനും ഇക്കാര്യത്തിൽ പ്രതികരിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഓഡിയോ ക്ലിപ്പ് കണ്ടിട്ടില്ല, അറിയാത്ത കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാനില്ല എന്നാണ് VD സതീശൻ പറഞ്ഞത്. എന്തായാലും വിശദീകരണം തേടിയിട്ടുണ്ട് എന്ന് KPCC അധ്യക്ഷൻ സ്ഥിരീകരിച്ചു. ആലോചിച്ചോണ്ടിരിക്കും. അതേ പരിപാടികളിലായിരുന്നു. ഞാൻ നേരത്തെ ആ പ്രോഗ്രാം നടക്കുമ്പോൾ ഞാൻ ഒരു മീറ്റിങ്ങിലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടതാണ്, ഇവിടെ മീറ്റിങ്ങിലാണ് എല്ലാവരും. ഇന്നത്തെ ദിവസം ശനിയാഴ്ച നേതാക്കന്മാരെല്ലാം ഓരോ പരിപാടികളിലാണ്. ഞങ്ങളെ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ AICC നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിന് ഉചിതമായിട്ടുള്ള നടപടി എടുക്കും. ഉചിതമായിട്ടുള്ള നടപടി എടുക്കുമെന്നതാണ് പറയുന്നത്. അപ്പോൾ പാർട്ടി എന്തായാലും ഇക്കാര്യം വളരെ ഗൗരവമായി തന്നെ കാണുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം വലിയ രീതിയിൽ പാർട്ടി പ്രവർത്തകരെയൊക്കെ ഊർജ്ജസ്വലരാക്കി ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഒരു DCC അധ്യക്ഷനിൽ നിന്ന് ഈ രീതിയിലുള്ള പാർട്ടിക്ക് അധോഗതിയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഈ പാർട്ടിയിലുള്ളവർ അടുത്ത തെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും കഴിയുമ്പോൾ അവർ BJPയിലേക്ക് പോകും, പിന്നെ ആരും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഏത് രീതിയിലാണ് സതുദ്ദേശപരമായി അണികളെ, പ്രവർത്തകരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചത് എന്നൊരു സംശയം ആരെ സംബന്ധിച്ചായാലും ഉണ്ടാകും. എന്തായാലും ഇത് പറഞ്ഞ ആളും കൊള്ളാം, കേട്ടിരുന്ന ആളും കൊള്ളാം. അതിപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നു. ഇനി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് കോൺഗ്രസിനെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന വലിയ ഒരു ആയുധമായി തന്നെ ഇത് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം ഇതിൽ വിശദീകരണം ചോദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മുഖം രക്ഷിക്കുന്നതിന് കടുത്ത നടപടികളിലേക്ക് തന്നെ കോൺഗ്രസ് പോകുമോ എന്ന ആശങ്ക ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് നല്ല സമയമല്ല എന്ന് നമുക്ക് വ്യക്തമായി. ഇനി നമുക്ക് അടുത്ത നമ്മുടെ സെഗ്മെന്റിലേക്ക് പോകാം. എന്നിട്ടെന്തായി? നമ്മൾ ഏതാണ്ട് 1 വർഷം മുമ്പ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു മരണമാണ് അന്ന സെബാസ്റ്റ്യന്റെ മരണം. IT ഫീൽഡിലുള്ള അന്ന സെബാസ്റ്റ്യന്റെ കുഴഞ്ഞു വീണുള്ള മരണം. അത് ജോലി ഭാരം സംബന്ധിച്ചൊക്കെയുള്ള
ഏറെ ചോദ്യങ്ങൾക്ക് വഴിവെച്ചിരുന്നതാണ്. ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരുന്നു അന്ന. ഒരു ദിവസം പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. അത് ജോലി സമ്മർദ്ദമാണ് മരണത്തിലേക്ക് നയിച്ചത് എന്ന് വീട്ടുകാർ ആരോപിച്ചു. തുടർന്ന് അത് വലിയ വിവാദമായി തന്നെ മാറി, വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രീതിയിൽ ഈ കേന്ദ്ര സർക്കാർ നിർമ്മലാ സീതാരാമൻ്റെ ഒക്കെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നതൊക്കെ നമുക്കറിയാം. അങ്ങനെ വലിയ ചർച്ചകൾക്ക് രാജ്യത്ത് തന്നെ തുടക്കം വെച്ച ഒരു കേസായിരുന്നു അന്ന സെബാസ്റ്റ്യന്റെ മരണം. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മളുടെ ഇന്നത്തെ എന്നിട്ടെന്തായി സെഗ്മെന്റ്. ആദ്യം ആ റിപ്പോർട്ട് ഒന്ന് കണ്ടതിന് ശേഷം തിരിച്ചെത്താം. ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയുടെ പൂനെ ക്യാമ്പസിലാണ് അന്ന സെബാസ്റ്റ്യൻ ജോലി ചെയ്തിരുന്നത്. 27-കാരിയായ അന്നയുടെ മരണകാരണം ഹൃദയാഘാതമാണെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. പൂനെയിലെ താമസ സ്ഥലത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു അന്ന. അമിത ജോലിഭാരത്തെക്കുറിച്ച് അന്ന പലപ്പോഴും കുടുംബത്തോട് പറഞ്ഞിരുന്നു. മരണപ്പെടുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിലും അന്നയ്ക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ അമിത ജോലിഭാരത്തിൽ നിന്ന് ഒരിളവും കമ്പനി നൽകിയിരുന്നില്ല. അമ്മ അനിത അഗസ്റ്റിൻ അന്നയുടെ കമ്പനി മേധാവിമാർക്ക് അയച്ച വൈകാരികമായ കത്തിൽ നിന്നാണ് അന്ന സെബാസ്റ്റ്യൻ മരണത്തിന് കീഴടങ്ങിയത് അമിത ജോലിഭാരം മൂലമുണ്ടാകുന്ന സമ്മർദ്ദത്തെ തുടർന്നാണെന്ന് പുറം ലോകം അറിഞ്ഞത്. അന്നയുടെ മാനേജറുടെ സമീപനം അസഹനീയമായിരുന്നുവെന്നും അന്ന സെബാസ്റ്റ്യനൊപ്പം ജോലി ചെയ്തിരുന്ന 6 പേർ കടുത്ത ജോലി സമ്മർദ്ദം താങ്ങാനാകാതെ രാജിവെച്ചിരുന്നുവെന്ന് അന്നയുടെ കുടുംബം വെളിപ്പെടുത്തിയിരുന്നു. സംഭവം വൻ വിവാദമായതിനെ തുടർന്ന് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ തൊഴിൽ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മന്ത്രാലയം സ്വീകരിക്കുന്ന നടപടികളും വിശദമാക്കണമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു. സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് കേന്ദ്ര സർക്കാരും വ്യക്തമാക്കി. വൻ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നതോടെ സംഭവം അതീവ ദാരുണമാണെന്നും കമ്പനിയിലെ തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്താൻ പരിശ്രമിക്കുമെന്നും ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനി പ്രതികരിച്ചു. എന്നാൽ നാളിതുവരെയായിട്ടും ആരുടെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ന്യൂസ് 18 കൊച്ചി. അമിത ജോലിഭാരമാണ് തങ്ങളുടെ മകളുടെ മരണകാരണം എന്നതാണ് ആ കുടുംബം നേരത്തെ തന്നെ ആരോപിച്ചിരുന്നത്. ഇപ്പോൾ 1 വർഷം പിന്നിടുമ്പോൾ ആ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അന്നയുടെ ഓർമ്മകളിൽ കഴിയുകയാണ് ആ കുടുംബം. ഒപ്പം ഈ വിഷയങ്ങളിൽ അവരുടെ ഇടപെടലുകൾ തുടരുന്നുണ്ട്. അവിടെ നിന്ന് ഡാനിപ്പോൾ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഈ വീടിൻ്റെ സന്തോഷങ്ങളെല്ലാം അണഞ്ഞു പോയിട്ട് 1 വർഷമാകാൻ പോകുന്നു. പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും ഒരുപോലെ മിടുക്കിയായിരുന്ന തങ്ങളുടെ മകളുടെ വിയോഗം ഉൾക്കൊള്ളാൻ നാളിത്രയായിട്ടും മാതാപിതാക്കളായ അനിത അഗസ്റ്റിനും സിബി ജോസഫിനും കഴിഞ്ഞിട്ടുമില്ല. സ്വപ്നം കണ്ടൊരു ജോലിയിലേക്കെത്തിയ സന്തോഷം മകൾക്കുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ സമ്മർദ്ദങ്ങൾ വലുതായിരുന്നു. ഇത്രയും സ്ട്രെസ് ആകുമ്പോൾ സിബി എന്തോരം പറഞ്ഞത് അവളോട്, നീ തിരിച്ചു പോവാ മോളെ, നീ തിരിച്ചു പോവാ, നീ എന്തിനെങ്ങനെ ഈ CA നീ ഇത്രയും കഷ്ടപ്പെട്ട് എഴുതിയെടുത്തു, എന്നിട്ട് പിന്നെ നീ അവിടെ ചെന്ന് ഇങ്ങനെ നീ കഷ്ടപ്പെടുന്ന എന്തിനാന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ എൻ്റെ ഇത് ഓടിച്ച് തീരട്ടെ, അപ്പം ഞാൻ അത് തീർക്കട്ടെ, ഇത് തീർക്കട്ടെ, എനിക്ക് അത്രയും ആഗ്രഹമായിരുന്നു Big 4 കയറണം എന്ന്, ഞാനൊരു 1 year അവിടെ പിടിച്ച് നിൽക്കട്ടെ എന്നൊക്കെയാണ് പിള്ളേർ വിചാരിക്കുന്നത്. ഇതുങ്ങൾ വിചാരിക്കുന്നില്ല ഇവർ ഇത്രയും സ്ട്രെയിൻ എടുക്കുമ്പോൾ ഇവർ ഇല്ലാണ്ടാവുക കൊച്ചുങ്ങൾ, അവരറിയണുണ്ടോ, അവർക്ക് മനസ്സിലാവുകയാണെങ്കിൽ അവരതൊക്കെ. പക്ഷെ ഇപ്പോൾ പിള്ളേർക്ക് അത് മനസ്സിലായി തുടങ്ങി. ഏണസ്റ്റ് ആൻഡ് യങ് എന്ന കമ്പനിയിൽ ജോലി ചെയ്തു വരവെ പൂനെയിലെ താമസ സ്ഥലത്ത് കുഴഞ്ഞു വീണാണ് അന്ന മരിക്കുന്നത്. കമ്പനി തരുന്ന അമിത ജോലിഭാരത്തെക്കുറിച്ച് മകൾ പറഞ്ഞിരുന്നു. മരണശേഷം മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുത്തപ്പോൾ പല പ്രമുഖരും ഇതിൽ ഇടപെട്ടു. കേന്ദ്ര സർക്കാർ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചു. പക്ഷേ ഒന്നും ഫലവത്തായില്ല. കുടുംബം ആരോപണമുന്നയിച്ച കമ്പനിയിലെ മേലുദ്യോഗസ്ഥർ ഇപ്പോഴും അവിടെ തുടരുന്നു. ഇപ്പോഴും അവളുടെ ഇമ്മീഡിയറ്റ് കൺട്രോളിംഗ് ആയിട്ടുള്ള അസിസ്റ്റന്റ് മാനേജറും ടീം ലീഡറും ഇപ്പോഴും ഓഫീസിൽ തന്നെ കണ്ടിന്യൂ. അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രശ്നം കാരണമാണ് ഇവൾക്ക് ഇത്ര അധികം അവൾക്ക് ഉറക്കമില്ലാതെ ജോലി ചെയ്യേണ്ടി വന്നത്. അതായത് അവൾക്ക് ഒരു ജോലി ചെയ്ത് അടുത്ത ജോലി തീർന്ന് അടുത്ത ജോലി കൊടുക്കുക, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നത് അവർക്ക് ഉറങ്ങാനായിട്ടുള്ള സാവകാശം കിട്ടില്ലായിരുന്നു. അത് അവരുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നു.
അവർക്കത് ചെയ്യേണ്ടി വരുന്നത് അവരുടെ ഓഫീസ് അവരുടെ കൺട്രോളിങ് ഓഫീസർ അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നുണ്ട്. വിവരങ്ങൾ അറിഞ്ഞ രാഹുൽ ഗാന്ധി വീഡിയോ കോളിൽ കുടുംബവുമായി സംസാരിച്ചിരുന്നു. തുടർന്ന് പ്രൊഫഷണൽ കോൺഗ്രസ് തുടങ്ങിവെച്ച ക്യാമ്പയിൻ അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്നതായി കുടുംബം പറയുന്നു. വലിയ സ്വപ്നങ്ങൾ കണ്ട മകളുടെ ദീപ്ത സ്മരണകൾ നിലനിർത്താൻ ഒരു ട്രസ്റ്റ് തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് കുടുംബം. കോർപ്പറേറ്റ് രംഗത്തെ തൊഴിൽ പീഡനത്തിനെതിരെ തങ്ങൾ തുടങ്ങിവെച്ച പോരാട്ടം ഇപ്പോൾ പലരും ഏറ്റെടുക്കുന്നതിന് കണ്ണു നിറഞ്ഞ് ചേർത്തു വയ്ക്കുകയാണിവർ. അവൾ പോയി ഇപ്പോഴും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ഒച്ച അവള് നമുക്ക് അത് ഒരിക്കലും സന്തോഷം ഒരു എന്താ അവൾ ആ സഹിച്ചതിനും അവൾ നേരിട്ടതിനും എന്തെങ്കിലും ഒരു അർത്ഥം ഒരു അർത്ഥം അതുകൊണ്ട് ഉണ്ടായെങ്കിൽ അത് നല്ലത് അത്രയും നമുക്ക് പറയാനുള്ളൂ. ക്യാമറമാൻ KP ധനേഷിനൊപ്പം ടാനി പോൾ, ന്യൂസ് 18 കൊച്ചി. ആ കുടുംബത്തിനുണ്ടായിരിക്കുന്നത് തീരാ നഷ്ടമാണ്. അതൊരിക്കലും നിറവേറ്റാൻ കഴിയില്ല. പക്ഷേ അതിനെ അതിജീവിക്കാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തുന്നത്. ആ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നതുകൂടിയാണ്. ട്രസ്റ്റൊക്കെ രൂപീകരിച്ച് ഓർമ്മ നിലനിർത്തുക, മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നതാണ് മാതാപിതാക്കൾ ഇനി ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ അന്ന സെബാസ്റ്റ്യന്റെ മരണത്തിന് ശേഷം ടെക് വമ്പൻ കമ്പനിയായ ഇൻഫോസിസ് അവരുടെ ജീവനക്കാർക്ക് കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശം, നിങ്ങളുടെ സമയം കഴിഞ്ഞ് ജോലി ചെയ്യരുത് എന്ന കർശന നിർദ്ദേശമാണ്. അത് ക്യാമ്പയിനിലൂടെയും പോസ്റ്റുകളിലൂടെയും മെയിലുകളിലൂടെയും ഒക്കെ ഇങ്ങനെ ജീവനക്കാരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻഫോസിസ് ചെയ്യുന്നത്. നാരായണ മൂർത്തിയെ തള്ളിക്കൊണ്ടാണ് 70 മണിക്കൂർ ജോലി സമയം എന്ന ആ സ്റ്റേറ്റ്മെന്റ് തള്ളിക്കൊണ്ടാണ് അവർ ജീവനക്കാരോട് നിങ്ങളുടെ സമയം കഴിഞ്ഞ് ജോലി ചെയ്യണ്ട എന്ന് ആവർത്തിച്ച് പറയുന്നത്. എന്തായാലും ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ പോലും ടെക് കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് അങ്ങനെ ഒരു സാഹചര്യം ഒരുങ്ങുന്നു എന്നത് നമ്മൾ കാണണം. അത് ഈ മരണത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യമാണ്. നമുക്ക് ഇനി അടുത്ത നമ്മുടെ സെഗ്മെന്റിലേക്ക് പോകാം, സായന യാത്രയിലേക്ക്. നമ്മൾ ഇന്ന് യാത്ര പോകുന്നത് കൊച്ചിയിലെ ക്യൂൻസ് വാക്വേയിലേക്കാണ്. അവിടെ വാക്വേ കാണാൻ നല്ല രസമാണ്, വൈകുന്നേരം പോകാനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. പക്ഷേ അവിടെ നമ്മൾ ഇന്നൊരു പ്രത്യേക കടയിലേക്കാണ് പോകുന്നത്. ഈ സായന നടത്തത്തോടൊപ്പം തന്നെ ഭക്ഷണവും നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണല്ലോ. അപ്പോൾ അവിടെ ഒരു ദിവ്യയുണ്ട്. തങ്ങളുടെ പ്രതിസന്ധികളോട്, ജീവിത പ്രതിസന്ധികളോടൊക്കെ പടപൊരുതിക്കൊണ്ട് അവിടെ ദിവ്യ തുടങ്ങിയ ഒരു കടയുണ്ട്. ഇഷ്ടവിഭവങ്ങൾ കഴിക്കാനെത്തുന്നവർക്ക് വലിയ ഒരു ആശ്രയ കേന്ദ്രമായി ദിവ്യയുടെ ആ കട മാറുകയാണ്. അപ്പോൾ അവിടേക്കാണ് നവമി ദിനേശിന്റെ യാത്ര. കുറേ നാളായി ഒരു സ്പെഷ്യൽ ചീസി ബ്രെഡ് ഓംലെറ്റ് കഴിക്കാൻ ഒരു കൊതി. നമ്മൾ കൊച്ചി നഗരത്തിൽ ഇങ്ങനെ കറങ്ങി അവസാനം ഒരിടത്ത് അത് കണ്ടുകിട്ടി. എവിടെയാന്നല്ലേ? ക്യൂൻ വാക്വേയില് വിദ്യ ചേച്ചിയുടെ കട. നമുക്ക് ചേച്ചിനോട് തന്നെ ഈ സ്പെഷ്യൽ റെസിപ്പിയെ കുറിച്ചും ഒപ്പം ചേച്ചിയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ചേച്ചി പരിചയമുണ്ടാകും, പല മാധ്യമങ്ങളിലൂടെയും നമ്മൾക്ക് പരിചിതരായിട്ടുള്ള 2 മുഖങ്ങളാണ്. ചേച്ചി ഇതേ സ്പെഷ്യൽ ചീസി ഓംലെറ്റ് തയ്യാറാക്കുന്നതിന്റെ തിരക്കിലാണ്. ചേച്ചി ഞങ്ങൾ കുറേ കറങ്ങി, ഒരുപാട് പേരെടുത്ത് ചോദിച്ചപ്പോഴാണ് ഇവിടെ വന്നാൽ നല്ല സൂപ്പർ ഓംലെറ്റ് കിട്ടും എന്ന് പറഞ്ഞത്. ആണോ? പറയുന്നുണ്ട്, ആൾക്കാർ പറയുന്നുണ്ട്, നല്ലതാന്ന് പറയുന്നുണ്ട്. അങ്ങനെ വലിയ ഹൈപ്പല്ല, കുഴപ്പമില്ലാണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നല്ല രുചിയിൽ കഴിക്കുന്നുണ്ട്. അതെ. ഇതെങ്ങനെയാണ് ഇവിടെ ഒരു കട തുടങ്ങാമെന്നുള്ള ഒരു ഐഡിയ ഒക്കെ വന്നത്? കട കൊറോണ സമയത്ത് തുടങ്ങിയതായിരുന്നു. ഇങ്ങനൊരു ഒരു ഗതിയില്ലാത്ത സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ, കയ്യിൽ വേറെ ഫണ്ടൊന്നുമില്ല, അപ്പോൾ ചെറുതായിട്ടൊന്ന് തുടങ്ങിയതാണ്. നല്ല നാട്ടുകാരും നല്ല നമ്മുടെ കസ്റ്റമേഴ്സും മീഡിയാസ് എല്ലാവരുടെയും സഹകരണം കൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ലാത്തൊരു അത്യാവശ്യം നല്ലൊരു രീതിയിൽ പോകുന്നുണ്ട്. അത്യാവശ്യം കുറേ പേര് അന്വേഷിച്ച് വരുന്നുണ്ട്. മീഡിയാസിലൊക്കെ കണ്ടുകൊണ്ട് കുറേ പേര് അവരിപ്പോൾ ഇത് ചെയ്യാനല്ല, നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവരുടെ ഒരു നേരത്തെ ഭക്ഷണം നമ്മുടെ വീട്ടിൽ ഒരു നേരത്തെ അന്നമായിട്ട് തന്നെ പോകുന്നുണ്ട്. കുഴപ്പമില്ലാണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ തരത്തിലും സപ്പോർട്ടിങ് ഉണ്ട്. എല്ലാവരും അടുത്തുള്ള കടക്കാരായിക്കോട്ടെ, വന്ന കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, മീഡിയാസ് ആയിക്കോട്ടെ, അത്യാവശ്യം നല്ല സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതെ. 2 മക്കളാണ് അല്ലേ? ഹെൽപ്പ് ചെയ്യാൻ മക്കളും ഉണ്ട്. ഒരാൾ ഇവിടെ ഉണ്ട്, പക്ഷെ ക്യാമറ കണ്ടിട്ട് ഓടിക്കളഞ്ഞ ആൾക്ക് നിൽക്കാനൊക്കെ ഒരു ചെറിയൊരു ചമ്മലെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ? മക്കളും ഉണ്ടല്ലേ? അതെ, മക്കൾ ഫുൾ സപ്പോർട്ട് ഉണ്ട്. 2ാമത്തെ ആളാണ് ഫുൾ ടൈം ഇവിടെ നിൽക്കാറ്. ഇന്ന് നമുക്ക് ക്ലാസ്സിൽ സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് ലേറ്റ് ആവും.
അപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മൂത്താൾ വന്നതേ ഉള്ളൂ. ഇവളങ്ങനെ ക്യാമറയുടെ മുമ്പിൽ അങ്ങനെ വരാറില്ല, എപ്പോഴും വീട്ടിലാണ് ഉണ്ടാവാറ്. അപ്പോൾ ഇന്നിപ്പോൾ ചെറിയ വീക്കെൻഡിൽ അത്യാവശ്യം തിരക്കുണ്ടാവും, പിന്നെ വെള്ളി ശനി ഞായറൊക്കെ തിരക്കുണ്ടാവും. അതുകൊണ്ടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവളെ കൊണ്ടുവന്നേ ഉള്ളൂ. എത്ര മണിക്കാണ് കട സ്റ്റാർട്ട് ചെയ്യുന്നത്? എത്ര മണി ആകുമ്പോഴത്തേന് 4:30 സ്റ്റാർട്ട് ചെയ്യും. മഴയൊക്കെ ആണെങ്കിൽ തുറക്കാനേ പറ്റാറില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴയൊക്കെ ആണെങ്കിൽ. അല്ലെങ്കിൽ 4:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും, ഒരു 10-11 മണി വരെയൊക്കെ ഉണ്ടാവും. അത് നടക്കട്ടെ. ചേച്ചിയുടെ ഇവിടെ പ്രിപ്പറേഷൻ ചപ്പാത്തിയിലാണ്. സാധാരണ നമ്മൾ കുബൂസിലൊക്കെയാണ് ഇത് നിർമ്മിക്കുന്നത് കാണുന്നത്. കുബൂസ് അത്ര ആരോഗ്യത്തിന് നല്ലതല്ല എന്നൊരു അറിവും കൂടി കൊണ്ടായിരിക്കും ചേച്ചി ചപ്പാത്തിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ചേച്ചി എന്തൊക്കെയുണ്ട് മറ്റ് സ്പെഷ്യലൊക്കെ എന്താണ് ഇവിടെ? ഇല്ല, ഞങ്ങൾക്ക് ആകെ 3 ഐറ്റം ഉള്ളൂ: ചിക്കൻ റോള്, എഗ് റോള്, ചീസി ബ്രെഡ് ഓംലേറ്റ്. നമുക്ക് മെയിനായിട്ട് 3ഉം അത്യാവശ്യം നല്ലൊരു ഇതിൽ തന്നെ പോകുന്നുണ്ട്. ബ്രെഡ് ഓംലേറ്റ് നമ്മുടെ ഒരു സ്പെഷ്യലായിട്ട് പറഞ്ഞ് അത് കുറച്ചും കൂടി സ്പെഷ്യലായി. ആൾക്കാർ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഇത് ബ്രെഡ് ഓംലേറ്റ് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതിന്റെ ചെറിയൊരു റെസിപ്പിയും കൂടി പറഞ്ഞു കൊടുക്കാം. റെസിപ്പി അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ സ്പെഷ്യൽ അല്ല, നമ്മൾ നൂഡിൽസ് ഒക്കെയാണ് അതിനകത്ത് മിക്സ് ചെയ്യണ നൂഡിൽസ് എന്നേ ഉള്ളൂ. അതിനകത്ത് പിന്നെ നമ്മൾ കൊടുക്കുമ്പോഴത്തേനും അതിൻ്റെതായിട്ടുള്ള ഒരു തീർച്ചയായിട്ടും അത് ഭയങ്കര നമുക്കൊരു കസ്റ്റമർ എന്നുള്ള ഉപരി നമുക്ക് വരണ ഓരോരുത്തരും നമ്മുടെ ഒരു സുഹൃത്തോ നമ്മുടെ ഇതുമായിട്ടാണ് വരുന്നത്. കസ്റ്റമർ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത് അവർ വരാൻ വേണ്ടി എന്തായാലും വരുന്നുണ്ട്, മിക്കവരും വരുന്നുണ്ട്. പിന്നെ മിക്കവരും വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും കട തുറക്കാൻ പറ്റാറില്ല, കുറേ പേര് ഫോൺ നമ്പർ കൊണ്ടുപോയിട്ട് വിളിച്ച് ചോദിച്ചിട്ട് വരുന്നുണ്ട്. കുഴപ്പമില്ല. പിന്നെ സ്വിഗ്ഗിയിലൊക്കെ ഇല്ല, സ്വിഗ്ഗി ഞങ്ങൾ ചെയ്തിട്ടില്ല. പിന്നെ പ്യുവറായിട്ട് സ്ക്യൂസ് ചെയ്യണം, മുസംബി ജ്യൂസാണ് പിന്നെ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. മധുരമൊന്നും ചേർക്കാണ്ട് പ്യുവറായിട്ട് തന്നെ നമ്മൾ സ്ക്യൂസ് ചെയ്ത് കൊടുക്കണ ജ്യൂസ്. ഈ ഐറ്റമാണ് നമുക്കുള്ളത്. സ്ഥിരം ഇത് കഴിക്കാൻ വേണ്ടി എത്തുന്ന ആൾക്കാരുണ്ട്? സ്ഥിരം എന്ന് പറഞ്ഞാൽ ഡെയിലി അല്ല, ഇപ്പൊ എല്ലാ ഞായറാഴ്ച വന്നവരുണ്ട്, എല്ലാ തിങ്കളാഴ്ച വന്നവരുണ്ട്. അങ്ങനെ ഓരോ ഡേയ്സിൽ എന്തായാലും വീക്കിലി ഒരു പ്രാവശ്യം എന്തായാലും വരുന്നുണ്ട് എല്ലാവരും. വീക്കിലി ഒരു പ്രാവശ്യം വരുന്നുണ്ട്. പിന്നെ ഡെയിലി ഇത് കഴിക്കാൻ പറ്റുമെന്നുള്ളത് അറിയത്തില്ല. നമ്മള് ഇപ്പോൾ ആളുകൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന രാത്രി കാലത്ത്, ഇപ്പൊ രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ടെൻഷൻ ഫ്രീ ആയിട്ട് വന്നിരിക്കാം. പ്രത്യേകിച്ച് ക്യൂരിവാബേ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു അടിപൊളി സ്ഥലമാണ്. നമുക്ക് ഈ കായലിന്റെ കാറ്റൊക്കെ ഏറ്റ് ചെറിയ ഫുഡ് കഴിച്ച് ഒരു ചായയൊക്കെ കുടിച്ചിരിക്കാൻ പറ്റുന്ന അങ്ങനെ വരുന്ന ആൾക്കാരുടെ സ്റ്റുഡൻസ് ഒക്കെ ഒരുപാട് വരാറുണ്ട്. പിന്നെ ഫാമിലി വരാറുണ്ട്, സ്റ്റുഡൻസ് വരാറുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു ഇത് ചെയ്തപ്പോൾ തന്നെ ഇപ്പൊ ആൾക്കാർ കൂടി നന്നായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പം ഇത്രയും ഡെവലപ്ഡ് ആക്കിയല്ലോ. കുറേ നാൾ മുമ്പ് ഞങ്ങളൊക്കെ ഇവിടെ ഷോപ്പ് ഇടുന്ന സമയത്ത് ലൈറ്റ് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഒരാളെടുത്തിട്ട് പുള്ളി ഇത് ഫുൾ ഇപ്പം മെയിൻറ്റെയിൻ ചെയ്തു. അപ്പോൾ ഇത്രയും നല്ലൊരു സ്പോട്ട് ആക്കി എടുത്തു. അതുകൊണ്ടാണ് നമുക്കും ധൈര്യമായിട്ട് ഇവിടെ ഇപ്പം ഇത്രയും പിന്നെ രാത്രി ആയാലും നമുക്ക് ഒരു ടെൻഷനും ഇല്ലാണ്ട് ഇവിടെ. ഞാനൊക്കെ ഇപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ ആകുമ്പോഴത്തേനും അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടൊക്കെയാണ് പോണത്. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു ഒക്കേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓണം അല്ലെങ്കിൽ ക്രിസ്മസ് അങ്ങനത്തെ സമയത്ത് മാത്രമേ 2 മണി 3 മണി വരെയൊക്കെ ഞാൻ നിൽക്കാറുള്ളൂ. എപ്പോഴാണെങ്കിലും ഇവിടെ ടൈമിൻ്റെ അല്ല, പ്രൊട്ടക്റ്റഡ് ആണ് നമ്മൾ. ഓക്കെ, താങ്ക് യു. പിന്നെ വിദ്യ ചേച്ചിയാണ് നമ്മളോട് സംസാരിച്ചത്. ചേച്ചിയുടെ കടയുടെ വിശേഷങ്ങളെക്കുറിച്ചൊക്കെ പറയുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സ്പെഷ്യൽ ചീസ് ഓംലെറ്റ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ എത്തിയാൽ നല്ല ചേച്ചിയുടെ സ്നേഹത്തോടു കൂടിയുള്ള ഒരു ഓംലെറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. എന്തായാലും നവമി ബ്രെഡ് ഓംലെറ്റും മീറ്റ് റോളും ഒക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. വൈകുന്നേരം ഇനി തിങ്കളാഴ്ച കാണാം. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് 18 സ്പെഷ്യൽ ഇനിഷ്യേറ്റീവ് ലഹരിക്കെതിരായ AD 2025 പ്രത്യേക പ്രോഗ്രാം കാണാം.